നമസ്കാരം ഏവർക്കും. ഇന്ന് അത്ഭുതങ്ങൾ നിറഞ്ഞ അതിമനോഹരമായ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. അതിനുള്ള വഴി ആദ്യം തന്നെ പറയട്ടെ. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ പുതിയ കാവ് ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ചാൽ AVHS ജംഗ്ഷനിൽ എത്തിച്ചേരും. അവിടെ കോമാളത്ത് കളരി മഹാവിഷ്ണു ക്ഷേത്രം എന്ന അതിമനോഹരവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ ഒരു ക്ഷേത്രമുണ്ട്. ചരിത്രപരമായ അത്ഭുതങ്ങളും പലതരത്തിലുള്ള കഥകളും നിറഞ്ഞ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്ര ചരിത്രത്തിൽ തന്നെ മഹാഭാരത കാലഘട്ടത്തിൽ വനവാസത്തിന് പുറപ്പെട്ട പഞ്ചപാണ്ഡവരുടെ ഈശ്വര ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൗരാണിക ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടും കോമാളത്ത് കളരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രാധാന്യമർഹിക്കുന്നു. പഞ്ചപാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻ പാറ എന്ന കുന്നിൽ താമസിച്ചുവെന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയെന്നുമാണ് ഐതിഹ്യം. ഭാരതത്തിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും പഞ്ചപാണ്ഡവ ക്ഷേത്രമെന്ന നിലയിൽ അറിയപ്പെടുന്നതും മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചതുമായ പുരാതന ക്ഷേത്രങ്ങളാണ് തൃച്ചിറ്റാറ്റും തൃപ്പുലിയൂരും തിരുവാറന്മുളയും തിരുവൺവണ്ടൂരും തൃക്കൊടിത്താനവും. അതിൽ യുധിഷ്ഠിരൻ ആരാധിച്ച മഹാവിഷ്ണുവാണ് തൃച്ചിറ്റാറ്റും, ഭീമൻ തൃപ്പുലിയൂരും, അർജുനൻ തിരുവാറന്മുളയിലും, നകുലൻ തിരുവൻവണ്ടൂരും, സഹദേവൻ തൃക്കൊടിത്താനത്തുമായിരുന്നു ആരാധനകൾ നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ മുതുകുളത്തിനടുത്തുള്ള പാണ്ഡവൻകാവ് എന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഒരു ദിവസം തന്നെ ഈ 6 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ പുണ്യമായി കരുതുകയും ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വരികയും ചെയ്യുന്നു. ഈ ക്ഷേത്രങ്ങളിൽ സപ്തർഷിയായ ഭാഗ്രപാദ മഹർഷി പ്രതിഷ്ഠ നടത്തിയ ഭീമസേനൻ ആരാധിച്ചു വന്ന ഭീമസേന തിരുപ്പതി എന്നറിയപ്പെടുന്ന തൃപ്പൊലിയൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ചരിത്രപരമായ പഴക്കമുള്ള ക്ഷേത്രവും ഭൂപ്രദേശവുമാണ് കോമാളത്ത് കളരി മഹാവിഷ്ണു ക്ഷേത്രവും പുലിയൂർ വഞ്ചി വടക്ക് എന്ന ഭൂപ്രദേശവും. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിയിൽ 4 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് പുലിയൂർ എന്ന ഗ്രാമം കാണാം. അവിടെയാണ് ഭീമസേന തിരുപ്പതി എന്ന അറിയപ്പെടുന്ന തൃപ്പൊലിയൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഭീമസേനൻ്റെ ആരാധനാ കേന്ദ്രമായതിനാൽ ആയോധന വിദ്യകളിൽ അപ്രമാദിത്വം നേടിയ കളരി സൂത്രവിദ്യകൾ ആ പ്രദേശത്തെ ചില ബ്രാഹ്മണ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും അഭ്യസിച്ചു വന്നിരുന്നു. വിവിധ കളരി കേന്ദ്രങ്ങളായും മർമ്മസംബന്ധമായ ചികിത്സാ കേന്ദ്രങ്ങളായും സമ്പന്നമായിരുന്നു ഒരു കാലത്ത് പുലിയൂർ എന്ന ഭൂപ്രദേശം. ഈ മനോഹരമായ ക്ഷേത്ര സമുച്ചയത്തിൽ ധാരാളം ഐതിഹ്യ കഥകളും കാണാൻ പറ്റും. ഒരു ദിവസം തൃപ്പുലിയൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആശ്രിതരായിരുന്ന ഒരു ഗ്രാമത്തിൽ ഊരിത്തിരിഞ്ഞ ചില തർക്കങ്ങൾ നിമിത്തം ഗ്രാമത്തിൽ സംഘർഷമുണ്ടാകുകയും ബ്രാഹ്മണ കൂട്ടക്കൊല വരെ നടക്കേണ്ടി വന്നു. ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. സംഘർഷം ഗ്രാമം മുഴുവൻ വ്യാപിച്ചതോടുകൂടി ഒരു നിമിഷം പോലും അവിടെ തുടരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം പുലിയൂരിൽ നിന്ന് രാത്രിയിൽ തന്നെ അവരാരാധിച്ചു വന്ന അവരുടെ ഉപാസനമൂർത്തിയും ആശ്രിത ബന്ധത്തിലുള്ള കുടുംബാംഗങ്ങളുമായും വഞ്ചിമാർഗം തെക്ക് ദിശയിലേക്ക് യാത്ര തിരിച്ച് ആദ്യം അവർ എത്തിച്ചേർന്നത് തഴവ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു. അങ്ങനെ അവിടെ തൽക്കാലം അഭയം പ്രാപിക്കുകയും ശേഷം കായംകുളം രാജാവിനെ കണ്ട് രാജപ്രീതി നേടി അവരുടെ നിർദ്ദേശപ്രകാരം മനോഹരവും പ്രകൃതി രമണീയവുമായ ഈ കോമാളത്ത് പ്രദേശത്ത് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു. എത്തിച്ചേർന്നവർ ഉപാസനമൂർത്തിയായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം വെച്ച് ആ മണ്ണിൽ വിളക്ക് കൊളുത്തി ആരാധന നടത്തുകയും ചെയ്തു. ഭീമസേനൻ്റെ ആരാധനാക്രമത്തിൽ അവർക്ക് കരഗതമായ കളരിയും മർമ്മവിദ്യയും സൂത്രവിദ്യയും പുലിയൂർ വഞ്ചിയിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നതിനു വേണ്ടി അതിലെ ഒരു കാരണവർ കോമാളത്ത് കളരി സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് കോമാളത്ത് കളരി എന്ന പേര് വരാനും ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാകാനും കാരണം. കോമാളം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സൂത്രവിദ്യ കളരിമർമ്മം എന്നാണ്. തലമുറകളായി കൈമാറി വരുന്നിരുന്ന ആ രഹസ്യവും ആ ചികിത്സാക്രമങ്ങളും ഇന്നും ആ പ്രദേശത്ത് തുടർന്നു വരുന്നു. കളരി അപ്പൂപ്പൻ എന്ന വിളിപ്പേരും സ്ഥലകാല നാമചരിത്രവും അവിടെ പ്രധാനപ്പെട്ടതാണ്.
ജ്ഞാനപ്പാനയിൽ വർണ്ണിക്കുന്ന നമ്മുടെ ഭാരതഖണ്ഡത്തിൽ ഓരോ പ്രദേശത്തിനും അതിൻ്റെ ഭൂപ്രകൃതിയുടെ വർണ്ണായമായ അല്ലെങ്കിൽ കാരണങ്ങളോ പേരുകളോ വന്നു ചേരുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കോമാളത്ത് കളരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശത്തിന് പുലിയൂർ വഞ്ചി എന്ന പേര് വരാനും ഐതിഹ്യപരമായും ചരിത്രപരമായും ധാരാളം കാരണങ്ങളുണ്ട്. ഈ ക്ഷേത്ര നിർമ്മിതി അതിമനോഹരവും വാസ്തുവിദ്യ പ്രകടമാക്കുന്ന തരത്തിലുമാണ്. അതിൽ അത്ഭുതം കൂറി നിൽക്കുന്ന ഓരോ ഭക്തജനവും ഓരോ വിഗ്രഹത്തെയും അത്ഭുതം അതിമനോഹരം എന്ന് വിശേഷിപ്പിക്കുകയും വീണ്ടും വീണ്ടും എത്തിച്ചേരാനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്യുന്നു. ക്ഷേത്രമതിൽ തന്നെ ഏകദേശം 12 അടി ഉയരമുള്ള മതിലാണ് പണിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ സ്കന്ദപുരാണം, ഭാഗവതം, രാമായണം, മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഈ മതിലിൽ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ക്ഷേത്ര ചുറ്റുമതിൽ തെക്കേ ഭിത്തിയിൽ ആദ്യം ഭാഗവത രചന, ഗണപതി, വേദവ്യാസൻ, ആലിലക്കണ്ണൻ, നളകുപമണി, ശ്രീവതിയാർക്ക് ശാപമോക്ഷം, സനാഗാദി ബാലകൻ, വൈകുണ്ഠത്തിൽ പടിഞ്ഞാറ് ഭിത്തിയിൽ ആദ്യം കുബാലയർ, പീഠപദം, പൂതനാമോക്ഷം, ധ്രുവന് വിഷ്ണു ദർശനം, രാസലീല, മോഹിനി അവതാരം, ലക്ഷ്മി സ്വയംവരം, കൃഷ്ണമൻ ചേലകുത്ത്, ഗോവർദ്ധനധാരണം, പാർത്ഥസാരഥി, ഹംസപദം, കാളിയമർദ്ദനം, ശിവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവ്, അനന്തശയനൻ, കണ്ണൻ്റെ വേണുനാഥത്തിൽ ലയിച്ച പക്ഷിമൃഗാദികൾ, കൃഷ്ണനും വാസുദേവനും, ഉണ്ണിക്കണ്ണൻ്റെ വായിൽ ത്രിലോകം കാണുന്ന യശോദാമ, അജാമിള മോക്ഷം എന്നിവ അവിടെ നമുക്ക് കാണാൻ കഴിയും. തീർത്ഥകുളവും ആനക്കൊട്ടിലും യജ്ഞശാലയും മണിമാളികയും മതിലകവും അതിമനോഹരമായ അത്ഭുതങ്ങൾ നിറഞ്ഞ തരത്തിൽ ഓരോ ഭാഗങ്ങളിലും കൃത്യമായി തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. മാത്രമല്ല 15 മീറ്റർ ഉയരമുള്ള ചെമ്പ് കൊടിമരമാണ് ഇവിടെ ഉള്ളത്. ബലിക്കൽ പുരയും നാലമ്പലവും എല്ലാം അതാത് സ്ഥാനങ്ങളിലും ഭംഗിയായും പൂജാവിധികളോടും അലങ്കരിച്ചിരിക്കുന്നു. നമസ്കാര മണ്ഡപം കാണാം. ശ്രീകോവിലിന് നേരെ മുന്നിൽ ചതുരാകൃതിയിൽ തീർത്താണ് നമസ്കാര മണ്ഡപം. അതിവിശാലമായ മണ്ഡപം ആണിത്. 4 തൂണുകളും 16 ദീപസുന്ദരിമാരും പവിത്ര കെട്ടോടുകൂടി നിൽക്കുന്ന നാഗങ്ങളുടെ ശില്പങ്ങളുള്ള ഈ മണ്ഡപത്തിൽ ഉത്സവകാലത്ത് കലശപൂജ നടക്കുന്നുണ്ട്. മണ്ഡപത്തിൻ്റെ മേൽക്കൂര ഓട് പാകിയിരിക്കുന്നു. മുകളിൽ ചെമ്പ് താഴികക്കുടമുണ്ട്. മണ്ഡപത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് ഭാഗവദ്വാഹനമായ ഗുരുസ്വാമിയുടെ ചെറിയൊരു വിഗ്രഹമുണ്ട്. ഇതിലും പൂജകൾ നടത്തുന്നു. ഗരുഡസ്വാമിയെ തൊഴുതു വേണം ഭഗവാനെ തൊഴാൻ എന്നാണ് കൃത്യമായിട്ടുള്ള ചിട്ട. ശ്രീകോവിൽ ചുവർ ചിത്രങ്ങൾ കൊണ്ട് ദാരുശില്പങ്ങൾ കൊണ്ടും അതിമനോഹരമാക്കിയിട്ടുണ്ട്. അസാമാന്യ വലിപ്പമുള്ള ചതുര 2 നിലയുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തിൻ്റേത്. മുകളിലത്തെ നിലയിലാണ് ഗർഭഗൃഹം. ശ്രീകോവിലിൻ്റെ 3 വശങ്ങളായി ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യക്ഷഭാവങ്ങളായ ഭാഗവതാര ശില്പങ്ങൾ അതിമനോഹരമായി കോമളമായ രീതിയിൽ കൊത്തിവച്ചിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ കഥകിൻ്റെ ഓം, ശംഖ്, ചക്രം, ഗദാപത്മം എന്നിവ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. ഇതിൻ്റെ മേൽക്കൂരയിൽ ചെമ്പ് താഴികക്കുടം കൊണ്ട് അലങ്കൃതമാക്കിയിട്ടുണ്ട്. വടക്ക് ഭാഗത്ത് വ്യാളിമുഖത്തോടു കൂടിയ ഓപമുണ്ട്. ഇതിലൂടെ ഒഴുകിപ്പോകുന്ന ജലം ഭഗവാൻ തീർത്ഥം ചെയ്യുന്നതാണ്. ശ്രീകോവിലിന് ചുറ്റുമായി അകത്ത് വെലിവട്ടം പണിതിട്ടുണ്ട്. ഇവിടെ അഷ്ടദിക്പാലകർ, അഗ്നി, യമൻ, നിര്യതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ, സപ്തമാതൃകൾ തുടങ്ങിയ ദേവന്മാരെ പ്രതിനിധീകരിക്കുന്നു. ബലിക്കല്ലുകളും കാണാം. നമസ്കാര മണ്ഡപത്തിൽ ശ്രീകോവിലിന് നേരെ മുന്നിൽ ചതുരാകൃതിയിൽ തീർത്തതാണ്. 16 ദീപസുന്ദരിമാരും പവിത്രക്കെട്ടോടി നിൽക്കുന്ന ഈ ഭാഗങ്ങളിൽ നാഗദൈവങ്ങളുടെ ശില്പങ്ങളുമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലക്ഷ്മി സമേതനായ ശ്രീ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 3 അടി ഉയരം വരുന്ന ശിലാനിർമ്മിതമായ മഹാവിഷ്ണു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചതുർബാഹുവായ ഭഗവാൻ പുറകിലെ ഇടത് കൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും മുന്നിലെ ഇടത് കൈയിൽ ഗദയും മുന്നിലെ വലത് കൈയിൽ താമരയും ധരിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണിത്. അന്ത്യത സൂര്യന്മാരുടെ തേജസ്സോടും വിശ്വപ്രകൃതിയുടെ മുഴുവൻ ചൈതന്യത്തോടും ആവാഹിച്ച് അതിമനോഹരമായി നിൽക്കുന്ന ഈ ഷഡാധാര പ്രതിഷ്ഠ ഭക്തരെ എന്തുകൊണ്ടും അത്ഭുതപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. ഭഗവാന് പാൽപ്പായസം, തുളസിമാല, തൃക്കൈവെണ്ണ, അരവണ, നെയ്പായസം, കദളിപ്പഴം, കളകാഭിഷേകം തുടങ്ങിയവർ പ്രധാന വഴിപാടുകൾ നടത്തപ്പെടുന്നു. തിടപ്പള്ളിയും കിണറും എല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഉപദേവതകൾ ഗണപതി, ഭദ്രാദേവി, വീരഭദ്രസ്വാമി, ശാസ്താവ്, രക്ഷസ്, ഗന്ധർവൻ, യക്ഷി മൂർത്തി, യോഗീശ്വരസ്വാമി, മാടൻ സ്വാമി,
നാഗരാജാവ്, നാഗയക്ഷി എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അങ്കണത്തിൽ തന്നെ നമുക്ക് കാണാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ദശാവതാര ചാർത്ത് മഹോത്സവം നടക്കുന്നു. മഹാവിഷ്ണു ഭഗവാന്റെ അനന്തമായ അവതാരങ്ങളിൽ ഏറെ മഹത്വമുള്ളതാണ് ദശാവതാരങ്ങൾ. പരിശുദ്ധമായ ചന്ദനത്തിൻ്റെ ഭഗവാൻ 10 അവതാരങ്ങളെ ദർശിക്കാനുള്ള മഹാഭാഗ്യം എല്ലാ വർഷവും ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദേവസ്വം ഒരുക്കിയിരിക്കുന്നു. ഭഗവാന്റെ 10 അവതാരങ്ങൾ നമുക്കിവിടെ കാണാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ അവതാരങ്ങളിലെ പൂർണ്ണകായകമായ ശില്പങ്ങൾ നമുക്ക് അവിടെ ദർശിക്കാനാവും. മകരമാസത്തിലെ അത്തനാളിലാണ് ആറാട്ടുത്സവം. ആറാട്ടുത്സവത്തിന് 9 ദിവസം മുന്നേ കൊടിയേറും. ആറാട്ടുത്സവത്തിന് ആറാട്ട് ബലിയും മറ്റ് പൂജാതി കർമ്മങ്ങളും നടക്കുന്നു. തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിലാണ് ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി, ചെണ്ടമേളം, പഞ്ചവാദ്യം, മുത്തുക്കുട എന്ന അകമ്പടി കൂടി ക്ഷേത്രദേവനെയും ദേവിയെയും അമ്പലമുക്ക് SPHS മേൽമ ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും ക്ഷേത്രത്തിൽ എത്തി കളഹാഭിഷേകവും പൂജാകർമ്മങ്ങളും കഴിച്ച് ദേവനെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. അതോടുകൂടി ഉത്സവത്തിന് സമാപ്തമാകുന്നു. ക്ഷേത്രം തന്ത്രിയായി വെട്ടിക്കോട്ട് മേപ്പള്ളി ഇല്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരത്ത് വിനായകൻ നമ്പൂതിരിയാണ്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ചും ഇവിടുത്തെ മഹാവിഷ്ണു ഭഗവാന്റെ അപാരമായ ചൈതന്യമുള്ള വിഗ്രഹത്തിനെക്കുറിച്ചും ഈ ക്ഷേത്ര പരിസരത്തുള്ളവർക്ക് പോലും, പ്രത്യേകിച്ച് മറ്റ് മതസ്ഥർക്ക് പോലും അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകൾ മാത്രമേ പറയാനുള്ളൂ. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭഗവാന് ചെറിയ പൂജാവിധികളോ വഴിപാടായി നേർന്ന് കൃത്യമായി ആ കാര്യം നടത്തിയ അനുഭവങ്ങൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഭക്തിയോട് കണ്ണു നിറഞ്ഞു പോകും. എത്ര അത്ഭുതത്തോടാണ് ഈ അപാരമായ ചൈതന്യമുള്ള കോമാളത്ത് കളരി മഹാവിഷ്ണു സ്വാമിയുടെ ഈ ക്ഷേത്രം പരിസരവാസികളും ഭക്തജനങ്ങളും സംരക്ഷിച്ചു പോരുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ കുടുംബസമേതമെത്തി ഭഗവാനെ ദർശിക്കേണ്ടതാണ്. അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങൾ. ഒരിക്കൽ കൂടി സ്ഥലം പറയുകയാണ്. നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്കിൽ പുതിയ കാവ് ജംഗ്ഷനിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ച് AVHS ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് ആരെടുത്ത് ചോദിച്ചാലും ഈ ക്ഷേത്രത്തിനെ കുറിച്ച് വളരെ ഭക്തിപൂർവ്വം തന്നെ പറഞ്ഞു തരും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭഗവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മനാം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മം സ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അല്ലയോ ഭാരതവംശജ, ഏതേതു കാലത്തിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അധർമ്മത്തിന് ആധിക്യമുണ്ടാകുന്നുവോ അതാതു കാലത്തിൽ ഞാൻ എൻ്റെ മായ കൊണ്ട് എന്നെ തന്നെ സൃഷ്ടിക്കുന്നു, അതായത് സ്വയം അവതരിക്കുന്നു. എല്ലാ കാലങ്ങളിലും ലോകത്തിൻ്റെ ആത്മീയ ഘടനയെ സംരക്ഷിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അനാദികാലം മുതൽക്ക് അംഗീകരിച്ചിട്ടുള്ള ആചാരമര്യാദയാണ്. ആ കാലത്താൽ തിന്മ നന്മയെ തോൽപ്പിക്കുകയും അപകടത്തിലാക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ അരൂപിയും അജനുമാണെന്ന കാര്യം മാറ്റിവെക്കുകയും അതിനോട് വിട പറയുകയും ചെയ്യുന്നു. സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ യുഗം തോറും അവതാരം ചെയ്യുന്നു. തഴവ കോമാളത്ത് കളരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിനെക്കുറിച്ച് ഇനിയും ഏറെ പറയാനുണ്ട്, ഏറെ വിശേഷങ്ങളുമുണ്ട്. സമയപരിമിതി മൂലം അതിവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല. അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായും അത് ഉൾക്കൊള്ളിക്കുന്നതാണ്. ഓം നമോ നാരായണ. ഏവർക്കും സ്വാഗതം. നന്ദി.